ഷാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലെ ഒരു പഴയ ചുരിദാർ. ഇപ്പോൾ പഴയ ചുരിദാറെന്നല്ല, നമ്മുടെ വീട്ടിലുള്ള പഴയ നൈറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബെഡ്ഷീറ്റിന്റെ ഒരു പീസ് ആയാലും മതി. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു പഴയ ചുരിദാറാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഈ ചുരിദാർ വെച്ചിട്ട് നമ്മുടെ അടുക്കളയിൽ ഒരു അടിപൊളി സംഭവം തയ്ക്കാൻ പോവാം. എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ പറയാം. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും ഒന്ന് അമർത്തിയേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുക്കളയിലുള്ള മിക്സിക്ക് ഒരു കവർ തയ്ക്കാൻ പോവാം. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടില് മിക്സി ആകെ പൊടി പിടിച്ച് നാശമായിരിക്കുകയായിരിക്കും. അപ്പൊ ഒരു കവർ വെച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്കൊരു പരിധി വരെ ഇതിൽ പൊടിയൊന്നും കയറില്ല. ഇതുപോലെ ഓരോ ഹോൾസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ജനലും വാതിലൊക്കെ തുറന്നിടുമ്പോൾ പൊടിയൊക്കെ വന്ന് ഇതിന്റെ അകത്ത് കയറി പെട്ടെന്ന് മിക്സി കംപ്ലൈന്റ് ആയി പോകും. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സി കവർ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴയ ചുരിദാർ. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു തുണി മതി. നമുക്ക് ആദ്യമേ ഈ മിക്സിയിൽ ജസ്റ്റ് ഒരു അളവൊന്ന് രേഖപ്പെടുത്തിയെടുക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ റൗണ്ട് ഭാഗത്തെ അളവാണ് എടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ടേപ്പ് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഇതിപ്പോ എനിക്ക് 7 ഇഞ്ചാണ് വരുന്നത്. ഞാനൊരു സീം അലവൻസ് ആയിട്ട് ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 8 ഇഞ്ച്. ഓക്കെ, ഇനി നമുക്ക് ഈ മിക്സിയുടെ ഹൈറ്റ് എടുക്കാം. ഹൈറ്റ് ഇപ്പോൾ 6 ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത്. ഈ രണ്ടളവ് മതി കേട്ടോ. ഇനി ചില മിക്സിയിൽ, എല്ലാ മിക്സിയും ഈ ഒരു ഷേപ്പ് ആവണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കവറിങ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ആ വീതിയും കൂടി ഇങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തോ. ഇനി ഇത് കൂടി മാറ്റി വെക്കാം. നമുക്ക് ടോപ്പ് എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട അളവ് ഒരു 8 ഇഞ്ച് വീതിക്ക് അതുപോലത്തെ ഒരു റൗണ്ട് പീസ് ആണ് ആദ്യമേ വേണ്ടത്. അതിനായിട്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ മുടി പാത്രം എടുത്ത് നോക്കാം. അത് കറക്റ്റ് നമുക്ക് 8 ഇഞ്ച്, നിങ്ങളുടെ മിക്സിയുടെ അളവ് എത്രയാണോ അതെടുക്കാം കേട്ടോ. അപ്പൊ കണ്ടോ, കറക്റ്റ് 8 ഇഞ്ച് ഇതിൽ എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാം. അപ്പൊ ഈ ഫ്ലവർ നടുക്ക് വരുത്തിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കട്ടെ. ദേ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ഈ ഫ്ലവർ നടുക്കായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ കാണുവാൻ. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കട്ട് ചെയ്യുവാണ്. 2 പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കട്ടിക്കിരിക്കട്ടെ, കാര്യം ഇത് കോട്ടൺ അല്ല. അപ്പോൾ നമ്മൾ റൗണ്ട് പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. 2 എണ്ണം വേണ്ടേ, ഇങ്ങനത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഹൈറ്റിലുള്ള ഒരു തുണി കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ ഈ സ്ലിറ്റിന്റെ ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മിക്സിയുടെ ഹൈറ്റ് വരുന്നത് 6 ഇഞ്ചാണ്. നമുക്ക് സീം അലവൻസ് ഒരു 1/2 ഇഞ്ച് വേണം. അപ്പൊ എത്ര ഇഞ്ചായി? 7 ഇഞ്ച്. 7 ഇഞ്ചില് ഞാൻ കുറച്ച് വീതിക്ക് തുണി എടുക്കുന്നുണ്ട്. നമ്മൾ ഇടക്കിടക്ക് ചെറിയ ചുരുക്കിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്തൊരു അറിയോ, നമുക്ക് ഈ കവർ മിക്സിയിലേക്ക് ഇടുവാൻ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് ഫിറ്റ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ പില്ലോ കവർ ചെയ്യുന്നത് പോലെയല്ല ഇതൊക്കെ ചെയ്യുന്നത്, കുറച്ച് ചുരുക്കിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇങ്ങനത്തെ 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ്ങിനെ നിർത്താം. അകം വശം ഒന്നും കുഴപ്പമില്ല, വെറുതെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. നല്ല വശം ഇവിടെ മീതെ വെക്കാം. അതുപോലെ ഈ തുണിയുടെ നല്ല വശം ഇങ്ങനെ വെക്കാം. രണ്ടിന്റെയും ഉൾഭാഗം ഉള്ളിൽ പോട്ടെ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച്, 2 തുണിയും അളവ് സെയിം ആയിരിക്കണേ, ഇങ്ങനെ വ്യത്യാസമൊന്നും വരുത്തരുത്. കറക്റ്റ് അളവിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഒരു സ്റ്റിച്ച് നമ്മൾ റൗണ്ട് ആയിട്ടൊന്ന് ചെയ്ത് എടുത്തു. ഇനി മറ്റേ പീസില്ലേ, അതായത് നമ്മുടെ ആ ലെങ്തിലുള്ള പീസ്, അവ തമ്മിൽ നമുക്ക് ആദ്യമേ ഒന്ന് സൈഡ് അടിച്ചെടുക്കാം. 2 വശം വെച്ചിട്ട് സൈഡ് ഒന്ന് കൂട്ടി ഞാൻ തയ്ക്കുവാണ്. അതാ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തു. ഇനി നമ്മൾക്കിതില് ചെറിയ ചുരുക്കിട്ട് കൊടുക്കാം. അടുപ്പിച്ചൊന്നും വേണ്ട. ഇതാ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ചുരുക്കിടുവാണ്. സ്റ്റിച്ചിങ് തുടങ്ങി ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് അടുത്ത ചുരുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. അടുപ്പിച്ചൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇടക്കിടക്ക് ഒരു ചുരുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അവിടെ ആയിട്ട് ചുരുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ തുണി എടുക്കാം. തുണിയുടെ ഒരു വശം ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതിന്റെ നല്ല വശവും ഈ തുണിയുടെ നല്ല വശവും, അപ്പൊ ഇവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ നല്ല വശം. അപ്പൊ നേരെ ഇങ്ങനെ മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഈ തുണി ഇങ്ങനെ എക്സ്ട്രാ വിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഈ സൈഡ് കൂട്ടിയെടുക്കണ്ടേ. അപ്പോൾ ഇതേ കാണിച്ചു തരാം. ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ വിടുക. 1 മിനിറ്റ്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ കുറച്ചൊന്ന് അടിച്ചെടുത്തോട്ടെ. ഇതാ ഇവിടെ കണ്ടോ, ഞാൻ കുറച്ച് തുണി വിട്ടത് കണ്ടോ. ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇത് സൈഡ് അടിച്ചു പോകേണ്ട ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക.
അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി. ഇനി നമുക്ക് ഇവ തമ്മിൽ വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് കൂട്ടിയെടുക്കാം. എവിടെയാണോ നമ്മൾ സ്റ്റിച്ചിങ് നിർത്തിയത് അപ്പോൾ ദാ ഇവിടെ മുതൽ നമുക്കൊന്ന് കൂട്ടി തയ്ക്കണം. എന്നിട്ടിത് മറ്റേ വശം കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മിക്സിയുടെ കവർ കാണാം. ഇങ്ങനെയാണ് നമ്മൾ മിക്സിക്ക് കവർ തയ്ച്ച് എടുത്തത്. ഇനി നമ്മളത് ചെയ്യാൻ പോകുന്ന അറിയും. ഇതിപ്പോ നമ്മുടെ മിക്സിയിൽ നമ്മൾ ഇടുവാണെങ്കിൽ ഇതിങ്ങനെ പൊങ്ങിപ്പോവും. നമുക്ക് നല്ല കറക്റ്റ് ടൈറ്റ് ആയിട്ട് ഇരിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ വീതി കുറഞ്ഞ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇത് മീറ്ററിന് 8 രൂപയേ ഉള്ളൂ. നമുക്ക് 1 മീറ്റർ ഒന്നും വേണ്ട. ഞാനിപ്പോ ഇതേ ഒരു 1/2 മീറ്റർ പോലും എടുത്തിട്ടില്ല. ഇതിന്റെ ഉള്ളിലൊന്ന് വെക്കാം. വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഒന്ന് നിർത്താം. നമുക്ക് ഇലാസ്റ്റിക്കില് നമുക്കിത് മടക്കിയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇങ്ങനെ നിർത്താം. എന്നിട്ട് ഇലാസ്റ്റിക് നല്ല ടൈറ്റ് ആയിട്ട് വലിച്ചിങ്ങനെ പിടിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എത്രയും വലിക്കാൻ പറ്റുമോ അത്രയും നല്ല ടൈറ്റ് ആയിട്ട് ഇത് വലിക്കാം. അതാ നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ബാക്കി വരുന്നത് കൂടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതെ ഇങ്ങനെ നമ്മൾ നല്ല ടൈറ്റ് ആക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇത് ഉള്ളിലേക്കൊന്നും മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ക്യാപ്പ് കവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്കിതിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ഫുൾ കവറിങ് ആണ് കണ്ടോ. അപ്പോൾ അതെ അടിഭാഗത്ത് ഇലാസ്റ്റിക് വെച്ചത് കൊണ്ട് ഇതിങ്ങനെ പൊങ്ങിപ്പോകത്തില്ല. നല്ല ടൈറ്റ് ആയിട്ടാണ് നമ്മളുടെ മിക്സിയുടെ എല്ലാ ഭാഗത്തും ഇതാ ഇങ്ങനെ റൗണ്ട് ആയിട്ട് നമുക്ക് ഇരിക്കുന്നത്. ഇനി ഇത് ഊരി മാറ്റാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് ഊരി മാറ്റാം. അത് കഴിയുമ്പോൾ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ മിക്സി തേങ്ങയോ അല്ലെങ്കിൽ പൊടിയോ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ കവർ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾ ചുരുക്കിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കിത് ഇടുവാനും അതുപോലെ ഇത് ഊരി മാറ്റാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയൊക്കെ ഉടക്കും. നമ്മുടെ ഈ ഒരു ബട്ടണിലൊക്കെ ഈ തുണി ഉടക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് അവിടെയായിട്ട് ചുരുക്കി വിടുക. അതുപോലെ അടിയിൽ ഇലാസ്റ്റിക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണുവാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ.